നമസ്കാരം കൂട്ടുകാരെ. 1 കപ്പ് ഗോതമ്പ് പൊടി, 1 കപ്പ് മത്തങ്ങ ഗ്രേറ്റ് ചെയ്തത്. ഇതുകൊണ്ട് വളരെ രുചികരമായും ഹെൽത്തി ആയിട്ടും എങ്ങനെ ഒരു സ്നാക്ക് ഉണ്ടാക്കാമെന്ന് നോക്കാം. വെസ്റ്റേൺ നാടൻ റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഈ ഗോതമ്പ് പൊടിയിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലതായിട്ടൊന്ന് ഇളക്കുക. കൂടാതെ ഇതിലേക്ക് ചേർക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് മത്തങ്ങ ഗ്രേറ്റ് ചെയ്തത്. വേവിക്കണ്ട, ജസ്റ്റ് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. മധുരത്തിന് 3/4 കപ്പോളം ശർക്കരപ്പാനി. പിന്നെ ടോട്ടൽ ഞാനിവിടെ ചേർക്കുന്നത് 1 കപ്പ് പാലാണ്. ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മത്തങ്ങയും ശർക്കരപ്പാനിയും കൂടെ നല്ലതായിട്ടൊന്ന് അടിച്ചെടുക്കുക. 1/2 കപ്പ് തേങ്ങാപ്പൊടിയോ പച്ചത്തേങ്ങയോ ചേർക്കുക. ഈ എല്ലാ മിശ്രിതങ്ങളും കൂടെ നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. കുറേശ്ശെ പാല് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് കട്ട കെട്ടാതെ നല്ലൊരു തിക്കർ കൺസിസ്റ്റൻസിയിലുള്ള ഒരു ബാറ്റർ, അതാണ് ഇതിന് പരുവം. ടോട്ടൽ ഞാൻ പറയുന്നു 1 കപ്പ് പാലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. 1 ടീസ്പൂൺ വാനില എസൻസോ അല്ലെങ്കിൽ ഏലക്ക ചതച്ചതോ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വീണ്ടും നല്ലതായിട്ടൊന്ന് ഇളക്കുക. രുചി കുറച്ചുകൂടെ കൂടാനായിട്ട് കുറച്ച് നട്ട്സ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത് ഇതിലേക്കിടുക. വീണ്ടും നട്ട്സും കൂടെ ഒന്ന് ഇട്ട് ഇളക്കിയെടുക്കുക. ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുമ്പം ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി നോട്ട് ചെയ്യുക. ഞാനിവിടെ കുറച്ചുകൂടെ പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം ടോട്ടൽ ഞാൻ 1 കപ്പ് പാലാണ് ഇതിൽ ഒഴിച്ചിരിക്കുന്നത്. സാധാരണ നമ്മൾ ഇഡലി ഉണ്ടാക്കുന്ന പരുവത്തിലും ഇച്ചിരി കൂടെ കട്ടിയായിട്ടുള്ള ഒരു ബാറ്ററാണ് ഇവിടെ വേണ്ടത്. വളരെ ഹെൽത്തി, രുചിക്ക് ഒരു കോംപ്രമൈസും ഇല്ല. ഇത് മത്തങ്ങയാണ് ഇതിൽ ചേർത്തിരിക്കുന്നതെന്ന് പറയത്തില്ല. നല്ല പഴങ്ങളുടെ രുചിയാണ് ഈ ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന അപ്പത്തിന്. ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പാകം. ഇനിയും ഒരു സ്റ്റീമറിലോ ഇഡലിത്തട്ടിലോ നല്ലതായിട്ട് ആവി വന്നതിന് ശേഷം 1 തവി ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേവാനായിട്ട് 10 മിനിറ്റാണ് ആവി വന്നതിന് ശേഷം ആവശ്യമുള്ളത്. ഓരോ ഇതിലും ഒരു വലിയ തവി വീഡിയോയിൽ കാണുന്ന പോലെ അത്രയും മാവാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഗാർണിഷ് ചെയ്യാനായിട്ട് നട്ട്സ് ഉപയോഗിക്കാം. ഇവിടെ ഞാൻ ആദ്യത്തെ അപ്പത്തിൻ്റെ സെറ്റ് നട്ട്സ് ഉപയോഗിച്ച് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ കുറച്ച് വെള്ള എള്ളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഗാർണിഷ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കറക്റ്റ് 10 മിനിറ്റ് കൊണ്ട് ഇത് വെന്ത് വരും. എണ്ണയിൽ ഫ്രൈ ചെയ്യേണ്ട, അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുതേ കൂട്ടുകാരെ. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ് ഷൈന തോമസ്. പുതിയൊരു വീഡിയോയുമായിട്ട് നിങ്ങളിലേക്ക് ഓടി എത്തുന്നതായിരിക്കും. താങ്ക് യു. ബൈ.